അന്യരെ സ്നേഹിക്കാനുള്ള മനസ്സ് നമുക്കുണ്ടാകണമെന്ന് എഴുത്തുകാരൻ PR നാഥൻ സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ അവാർഡ് KPM ഭരതന് സമ്മാനിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ മികച്ച ജീവകാരുണ്യ പ്രവർത്തകനുള്ള സദയം ചാരിറ്റബിൾ ട്രസ്റ്റ് ബോച്ചെ അവാർഡ് വിമുക്ത ഭടനും ചെറുവറ്റ സ്വദേശിയുമായ KPM ഭരതന് സമർപ്പിച്ചു. 1,00,000 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും മെമന്റോയും അടങ്ങിയതാണ് അവാർഡ്. സാഹിത്യകാരൻ PR നാഥൻ പുരസ്കാരം കൈമാറി. ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ട് എന്ന് നോക്കിയല്ല, അയാൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തു ചെയ്യുന്നു എന്ന് നോക്കിയാണ് ആദരിക്കപ്പെടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഒരാൾ നല്ല കർമ്മങ്ങൾ ഇങ്ങനെ അംഗീകാരം കിട്ടുമെന്ന് വിചാരിച്ച് ചെയ്യാറില്ല. അവരുടെ വാസനയാണത്. അതുകൊണ്ട് ഈ അവാർഡ് കൂടുതൽ മഹത്തരമായിട്ട് വരുന്നുണ്ട്. ഏതൊരു കാര്യവും നമ്മൾ ജീവിതത്തിൽ ഇന്ന് കൂടിയതൊക്കെ കിട്ടിക്കണം. ഒരു വ്യക്തിയുടെ കയ്യിൽ എന്തുണ്ട് നോക്കിയല്ല ആ വ്യക്തിയെ നമ്മൾ ബഹുമാനിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്യുന്നു. എൻ്റെ പോക്കറ്റിൽ എത്ര കോടിക്കണക്കിന് രൂപയുണ്ട് നോക്കിയാണോ ആരെങ്കിലും എന്നെ സ്നേഹിക്കുന്നു? അല്ല, ഞാൻ മറ്റുള്ളവർക്ക് എന്ത് കൊടുത്തു, ഇതാണ്. ജില്ലയിലെ മുതിർന്ന അംഗനവാടി പ്രവർത്തകരെ ആദരിക്കുന്ന ചടങ്ങ് സിനിമാ നടൻ വിജയൻ കാരന്തൂർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ട്രസ്റ്റ് ചെയർമാൻ MK രമേഷ് കുമാർ അധ്യക്ഷനായിരുന്നു. FR പ്രൈം ചാരിറ്റബിൾ ഫൗണ്ടേഷൻ നൽകുന്ന വീൽചെയർ പ്രൈം ആശുപത്രി ഫിനാൻസ് മാനേജർ K റഫീഖ് കൈമാറി. മെഡിക്കൽ ഉപകരണങ്ങൾ ജീവകാരുണ്യ പ്രവർത്തകൻ സുനിൽ മുതുവന നൽകി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി MA മലയാളം വിത്ത് ജേർണലിസം പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അതുല്യ S-നെ ചടങ്ങിൽ ആദരിച്ചു. വാർഡ് അംഗം CM ബൈജു, വർക്കിംഗ് ചെയർമാൻ സർവദമനൻ കുന്നമംഗലം, സാംസ്കാരിക പ്രവർത്തകൻ ശ്രീനിവാസൻ ചെറുകുളത്തൂർ, യോഗാചാര്യൻ PV ഷേഗീഷ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്കു ശേഷം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. The Chennai Silks Ramzan and Vishu Festival Sales Exhibition 5-4-2024 മുതൽ 13-4-2024 വരെ രാവിലെ 9:30 മുതൽ വൈകുന്നേരം 9 മണി വരെ സിറ്റി ഹൗസ് YMCA ക്ക് സമീപം കണ്ണൂർ റോഡ്, കോഴിക്കോട്. The Chennai Silks